സുനാമി തിരകൾ കവർന്ന വീടുകൾക്ക് പകരം നൽകിയ വീടുകളിലധികവും തകർന്നിട്ട് വർഷങ്ങളായി. ടൗൺഷിപ്പുകൾ എന്ന വാഗ്ദാനം നൽകി കെട്ടിപ്പടുത്ത വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത ദുരിതാവസ്ഥയിലാണ് സുനാമി ബാധിതർ. ദുരന്തം നടന്ന് 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ യോഗ്യമായ താമസ സ്ഥലം പോലും തിരികെ ലഭിക്കാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടുങ്ങിക്കഴിയുന്നത്. സുനാമി തിരമാലകൾ ആഞ്ഞുവീശി നൂറുകണക്കിന് ജീവനും ആയിരക്കണക്കിന് ജീവനോപാധികളും നഷ്ടപ്പെട്ട തീരദേശത്ത് നോക്കി അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, പണം ഒരു പ്രശ്നമല്ല, ജീവനൊഴികെയുള്ളതെല്ലാം തിരികെ നൽകും എന്നാണ്. 19 വർഷം കഴിയുമ്പോൾ ഞാൻ നിൽക്കുന്നത് ആറാട്ടുപുഴ 5-ാം വാർഡിൽ മണിമേലിക്കടവിലെ 65 വീടുകൾ നിർമ്മിച്ചു നൽകിയ ഒരു കോളനിക്കകത്താണ്. കാണാം അതിൻ്റെ ദുരവസ്ഥ. കടലോരത്ത് നിന്ന് മാറി കായംകുളത്തിനടുത്ത് സ്ഥലം കണ്ടെത്തി നൽകിയ വീടുകളാണ് ഈ അവസ്ഥയിലായത്. ജീവൻ പണയം വെച്ചാണ് ഓരോരുത്തരും കഴിയുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഈ വീട് മൊത്തം പൊട്ടിയൊലിക്കുകയും മുകളിൽ നിന്ന് വെള്ളം ഇടിച്ചോരുകയും നമുക്ക് താമസയോഗ്യമല്ലാത്ത ഒരു വീടായിരുന്നു നമുക്ക് നൽകിയത്. പക്ഷേ മറ്റൊരു മാർഗമില്ലാത്തതിൻ്റെ പേരിൽ നമുക്കിവിടെ താമസിക്കേണ്ടി വന്നു. അതിനുശേഷം നമുക്ക് യാതൊരു വിധത്തിലും ഈ വീടെന്നും പറഞ്ഞ് അടച്ചുറപ്പായിട്ട് അകത്ത് കിടക്കാൻ പറ്റത്തില്ല. വീട് വെക്കുന്നതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും ചെയ്യാതെ സ്ഥലം കണ്ടെത്തി സ്വകാര്യ ഏജൻസികൾക്ക് നൽകുകയായിരുന്നു. അവരാകട്ടെ എല്ലാ വീടുകൾക്കും ഒരേ ഡിസൈൻ നൽകി തീരപ്രദേശത്ത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ടതൊന്നും പാലിക്കാതെ കെട്ടിടമുയർത്തി. തകർച്ചയുടെ പക്കിലായപ്പോഴൊക്കെ പലരെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ജീവിക്കാനാകാതെ പലരും വീടുപേക്ഷിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഈ വീട് ഒന്നിൻ്റെ അല്ല 65 വീടും ഒരുപോലെ തന്നെ ഉപയോഗശൂന്യമാണെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഒരു മരണത്തിന് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നപ്പോൾ അതിനകത്ത് മോർച്ചറി, മൊബൈൽ മോർച്ചറി അകത്തോട്ടെടുത്തപ്പോൾ ഈ കട്ടള ഇളകി വീണ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കടലും തിരമാലകളുമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചപ്പോൾ പ്രതീക്ഷയായിരുന്നു നിറയെ. പക്ഷേ 2 പതിറ്റാണ്ടോളമാകുമ്പോഴും ദുരിതമൊഴിയാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് വേണ്ടത് ശാശ്വത പരിഹാരം. ഫൈസൽ നീർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ. യു ഷൈജു വിവരങ്ങൾ നൽകാൻ തത്സമയം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷൈജു, 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും കൃത്യമായി വലിയ ദുരിതത്തിലാണ് അവിടുത്തെ പല കുടുംബങ്ങളും ഉള്ളത്. ഷൈജു അവിടെ പോയി സ്റ്റോറി ചെയ്ത ആളാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? അമൃത, അതായത് 2004 ഡിസംബർ മാസം 26-ാം തീയതിയാണ് സുനാമി ആഞ്ഞടിച്ച് ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ കനത്ത നാശം വിതച്ചത്. അതിൽ ആലപ്പുഴ തീരത്ത്, ആറാട്ടുപുഴ തീരത്തായിരുന്നു ദുരിതം ഉണ്ടായത്. ആ ദുരിതമുണ്ടായ സ്ഥലത്ത് 29 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറുകണക്കിന് വീടുകൾ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ജീവനൊഴികെ എല്ലാം തിരികെ നൽകും എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചായിരുന്നു ഈ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങേയറ്റം ദുരിതമാണ് ഈ ദുരന്ത മേഖലയിൽ കാണുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതൃകാ ടൗൺഷിപ്പുകൾ നിർമ്മിച്ച് വാസയോഗ്യമായ വീടുകൾ വെച്ചു നൽകും എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. അതനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ, ആറാട്ടുപുഴയിൽ തന്നെ തറയിൽക്കടവ്, വലിയഴീക്കൽ ഭാഗങ്ങളിൽ ടൗൺഷിപ്പുകൾ, ഈ കടലോരത്ത് നിന്നും മാറി കായംകുളം പ്രദേശത്തിന് അടുത്തുള്ള മണിമേലിക്കടവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉള്ള വിവിധ ടൗൺഷിപ്പുകൾ, ഇതൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ. എന്നിട്ട് നമ്മൾ ഇതിൽ ഒരു കേസ് സ്റ്റഡി പോലെ നമ്മൾ എടുത്തത് മണിമേലിക്കടവിലെ 65 വീടുകളാണ്. നിരവധി വീടുകൾ നമുക്ക് പോയി കാണാൻ സാധിക്കും. ഇതിൽ ഈ 65 വീടുകൾ തന്നെ പരിശോധിച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ വീടുകൾ ഒരവസ്ഥ. അവിടെ താമസിക്കുക എന്നത് അങ്ങേയറ്റം സാഹസികമാണ്. തീരപ്രദേശത്ത് താമസിച്ചു, അതുകൊണ്ട് തീരപ്രദേശത്ത് ഇനി വീട് വെക്കാൻ കഴിയില്ല. അവരുടെ വസ്തു അടക്കം ഒലിച്ചുപോയ ആളുകളുണ്ട്. അവർ താമസിച്ചിരുന്ന വസ്തു അടക്കം ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ്റെ വീട് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ വസ്തു ഉണ്ടാവും. ഇത് വസ്തു അടക്കം ഒലിച്ചുപോയ കാഴ്ചകൾ ഈ ആറാട്ടുപുഴ തീരത്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 65 കുടുംബങ്ങളെയാണ് നമ്മൾ ഇന്ന് ആദ്യം അതിൻ്റെ ഒരു കേസായി എടുക്കുന്നത്. ഈ 65
അല്ലെങ്കിൽ ഒരു വീട് പോലും വാസയോഗ്യമായതില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ദുരിതമാണ് ഒരു പ്രദേശത്ത് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വീട് എന്ന് പറയുന്നവരുടെ പ്രഥമ ആവശ്യം പോലും പരിഗണിച്ച് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ആറാട്ടുപുഴ തീരത്ത് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പ് പദ്ധതി എന്നത് പൊളിഞ്ഞ് പാളീസായ കാഴ്ച ആറാട്ടുപുഴയുടെ തീരങ്ങളിലും ആറാട്ടുപുഴ വാസികൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും.